മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ശരിക്ക് ധർമ്മ ന്യൂസിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ഭാരതത്തിൽ നടക്കുന്നത് പല പത്രമാധ്യമങ്ങളിൽ നിന്നും നേരിട്ടുമെല്ലാം ശേഖരിക്കാറുണ്ട്, വാർത്തകളെ പോലെ. എന്നിട്ട് അതാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി ആസ്ട്രേലിയയിൽ പോയതും, പ്രധാനമന്ത്രി അതേപോലെ തന്നെ ജപ്പാനിൽ പോയതും, ബർമ്മയിൽ പോയതും, ശ്രീലങ്കയിൽ, മൊറീഷ്യസിൽ പോയതും, ദുബായിൽ, സൗദി അറേബ്യയിൽ, അഫ്ഗാനിസ്ഥാനിൽ, ഇറാനിൽ, അബുദാബിയിൽ പോയതും, അമേരിക്കയിൽ 2-3 പ്രാവശ്യം പോയതും, സ്വിറ്റ്സർലൻഡിൽ പോയതും, അതേപോലെ തന്നെ ലണ്ടനിൽ പോയതും, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയതും, ഈ അടുത്ത കാലത്ത് ആഫ്രിക്കയിലും കെനിയയിലും സാംബിയയിലും മൊസാംബിക്കിലും ഒക്കെ പോയതും എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി വായിക്കാറുണ്ട്. ഇനി ഞാൻ വളരെ ഭംഗിയായിട്ട് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു രാജ്യം ഭാരതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത കാലത്ത് ഈ വിക്രമാദിത്യ എന്ന ഇന്ത്യൻ യുദ്ധക്കപ്പല് ഈ ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്ന് നടത്തിയ, ഭാരതവും ചേർന്ന് നടത്തിയ ഈ വാർ ബാറ്റിൽ എക്സർസൈസ് കണ്ട് അമേരിക്കയിലെ ഡിഫൻസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പറയുന്നുണ്ട്, വി ഗോട്ട് ത്രിൽഡ് വിത്ത് ദി പെർഫോമൻസ് ഓഫ് ഇന്ത്യൻ ഷിപ്പ് ദിസ് ഇയർ എൻഡ്. വി വുഡ് ഓൾസോ ലൈക്ക് ടു ഹാവ് സച്ച് എൻ എക്സർസൈസ് ആൻഡ് വി ഇൻവൈറ്റ് വിക്രമാദിത്യ ഫോർ ദാറ്റ് എന്ന് വളരെ ഭംഗിയായിട്ട് പറയേണ്ടായി. ഇപ്പോൾ ഭാരതത്തിൽ നടക്കുന്ന കുറേ മാറ്റങ്ങൾ, അതിനെ എതിർക്കുന്നവരുണ്ടാവാം, അതിന് അവരുടേതായിട്ടുള്ള ഉദ്ദേശം ഉണ്ടാവാം, എന്തെല്ലാം ഉണ്ടെങ്കിലും അടിമുടി ഭാരതത്തിൽ നടക്കുന്നത്, കേരളം ഉൾപ്പെടെ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകം, കുറേയൊക്കെ AIADMK ഭരിക്കുന്ന തമിഴ്നാട്, എന്നെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഭാരതത്തിൽ ഒരു അസാധാരണമായ മാറ്റം. ആ മാറ്റം വെറുതെ ദൂരെ മാറി നിന്നൊരു സാക്ഷിഭാവത്തിൽ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്, സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പ്രഭാഷണം കഴിഞ്ഞ് പിന്നെ അനാർബർ എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രഭാഷണത്തിനായിട്ട് വന്നപ്പോൾ അനാർബറിൽ വെച്ച് കുറേ പത്രപ്രതിനിധികൾ ചോദിച്ചു അത്രേ, സ്വാമി നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അവിടെയുള്ള മതവും മന്ത്രവാദവും ആത്മീയതയും എല്ലാം ഈ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? അമേരിക്ക ഈസ് ദ നേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, വി ആർ നോട്ട് ദ നേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു അത്രേ. ഞങ്ങളൊരു ആത്മീയതയുടെ നാടൊന്നുമല്ല, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നാടാണ്. നിങ്ങളുടെ നാട്ടിലെ മതവും മറ്റും എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു അത്രേ. അതിന് സ്വാമി വിവേകാനന്ദൻ മറുപടി പറഞ്ഞത്, മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നല്ല വിളിച്ചത്, മൈ ഡിയർ ഫ്രണ്ട്സ്, യു നോ 20th century ബിലോങ്സ് ടു യു അമേരിക്കൻസ്. ശരിക്ക് 20ാം നൂറ്റാണ്ട്, ഈ സ്വാമി വിവേകാനന്ദൻ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഷിക്കാഗോയിൽ പ്രഭാഷണത്തിന് പോയത്. അടുത്ത നൂറ്റാണ്ട്, 20ാം നൂറ്റാണ്ട്, 20th century ബിലോങ്സ് ടു യു അമേരിക്കൻസ്, നിങ്ങൾ അമേരിക്കക്കാർക്കുള്ളതാണ്. whereas 21st century ബിലോങ്സ് ടു വി ഇന്ത്യൻസ്. 21ാം നൂറ്റാണ്ട് ഞങ്ങൾ ഇന്ത്യക്കാർക്കുള്ളതാണ്, അത് ഇന്ത്യക്കാരുടേതാണ് 21ാം നൂറ്റാണ്ട്. യഥാർത്ഥത്തിൽ 21ാം നൂറ്റാണ്ടിലേക്ക് കടന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഭാരതത്തിനകത്ത് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്ക് അസാധാരണമായ വേഗത കൂടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. വ്യാവസായികമായിട്ടും പ്രതിരോധത്തിൻ്റെ കാര്യത്തിലായാലും ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ അസാധാരണമായ വിധത്തിൽ മുമ്പോട്ട് പോകുന്നു. മറ്റ് രാജ്യങ്ങൾക്ക് പോലും മാതൃകയായിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നൊരവസ്ഥ. ശരിക്ക് ഒരു 10 വർഷം ഒരു ഇറ്റലിക്കാരിയുടെ കീഴിൽ നല്ല കഴിവുള്ളൊരു പ്രധാനമന്ത്രി, ഒരടിമയെ പോലെയാണ് ഈ നാട് ഭരിച്ചതെങ്കിൽ പോലും കുറേ മാറ്റം വരുത്താൻ ആ കാലയളവിൽ സാധിച്ചു. പിന്നീട് ഇപ്പോ വളരെയധികം, വളരെ വേഗത്തിൽ, ഈവൻ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ 25 വർഷങ്ങൾക്ക് മുമ്പ് നരസിംഹറാവു എന്ന കോൺഗ്രസ് പ്രധാനമന്ത്രി വരുത്തിയ
ആ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷനും ഇപ്പോ അതിന്റെ അത്യുന്നത നിലയിലെത്തിച്ചപ്പോ അത് ലോക ജനതയ്ക്ക് ഇനിയുള്ള കാലം ഭാരതത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ ബിസിനസ് ലൈനിൽ ഒരു വരി ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ലോകം മുഴുവനും ചൈനയിലെ കാറുകൾ പോകുമ്പോൾ ആ കാറുകൾ ഇന്ത്യയിലേക്ക് വരുത്തണം എന്ന് ചൈനക്കാർക്ക് ഇത്രയും നിർബന്ധം ഉണ്ടാവാൻ കാരണം എന്താ? പിന്നെ അവർ തന്നെ കൊടുക്കുന്ന ഉത്തരം ഇതാണ്. ഇന്ന് ഭാരതത്തിൽ നിന്ന് ലോകത്തിലേക്കും ലോകത്തിൽ നിന്ന് ഭാരതത്തിലേക്കും ആ വഴികൾ തുറന്ന്, വാതിലുകൾ തുറന്നു വിട്ടപ്പോ ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു രാഷ്ട്രമായിട്ട് ഭാരതം മാറിയിരിക്കുന്നത് കൊണ്ടാണ് എല്ലാ രാജ്യക്കാരും ഭാരതത്തിലേക്ക് ഒന്നില്ലെങ്കിൽ FDI ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, ഇവിടെ ഇൻഡസ്ട്രി തുടങ്ങണം, ഇവിടെ നിന്ന് പലതും എക്സ്പോർട്ട് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ശരിക്ക് ഒരു 125 വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ അതേ രീതിയിൽ 21ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണ് എന്ന അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ ധന്യമാക്കുന്ന അനുഭവങ്ങളാണ് കാണാറുള്ളത് എന്നും ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.